അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ സിനിമകളടക്കം അത് ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ, അതായത് ഈ പറയുന്ന ലീഗിന്റെ ഭാഗമായി നിൽക്കുന്ന, അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, അങ്ങനെ PV അൻവറിന് വോട്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകളുടെ വോട്ട് അത് അതേപടി ഇക്കുറിയും വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മറുഭാഗത്ത് ആര്യാടൻ ഷൗക്കത്താണ്. VV പ്രകാശ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ VV പ്രകാശ് മത്സരിച്ചപ്പോൾ അവിടേക്ക് പോയ വോട്ടുകൾ തിരിച്ച് അൻവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നത് KC വേണുഗോപാൽ ഉയർത്തിവിട്ട ഈ പെൻഷൻ വിവാദം തന്നെയാണ്. അപ്പോഴാണ് ഇന്ന് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുറിപ്പായി അതിനുള്ളിൽ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപനമായി നടത്തുകയല്ല, എന്നാൽ കൃത്യമായ കമ്പാരിസൺ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പോളിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പെൻഷൻ വിതരണം. പക്ഷേ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് 1600 രൂപ വീതം ജൂൺ 20 കൊടുക്കുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത് 62 ലക്ഷം പേർക്കാണ്, അതിനായി ഞങ്ങൾക്ക് ചെലവാകുന്നത് ഇത്ര രൂപയാണ് എന്ന് പറയുകയും അതിന്റെ ഒരു താരതമ്യം UDF കാലത്ത് 9011 കോടിയാണ് ആകെ ചെലവായിട്ടുള്ളത് എന്ന ഒരു താരതമ്യവും അവിടെ നടത്തുകയാണ്. അത് ഈ പെൻഷൻ വിഷയം മണ്ഡലത്തിൽ വോട്ടാക്കി മാറ്റുന്നത് ഉറപ്പിച്ചു തന്നെയാണ്. അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒരു ദീർഘമായ ഒരു കുറിപ്പോടുകൂടി ഈ പെൻഷൻ വിതരണത്തെക്കുറിച്ച് ധനവകുപ്പ് പറയുമായിരുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പരമാവധി വോട്ടുകൾ ഏത് വിധേനയും ഉറപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി ആയാലും ആ രീതിയിൽ തന്നെയാണ്. ഇന്നലെ ഒരു സൂപ്പർ സൺഡേ ഷോ ആയിരുന്നു. ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ PV അൻവറിന്റെ ഷോ ഗംഭീരമായിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന ആളുകൾ അതേപടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമോ, അതോ യൂസഫ് പത്താനെ കണ്ട് കൈവീശി കാണിച്ച് പോയതാണോ എന്ന ഒരു ചോദ്യം മറുഭാഗത്ത് UDF ഉയർത്തുന്നുണ്ട്.